വീണ്ടും ഒരിക്കൽ കൂടി കഥകളുടെ ലോകത്തേക്ക് സ്വാഗതം. മനുഷ്യരുടെ ചില സ്വഭാവങ്ങൾ മാറ്റാൻ പ്രയാസമാണ് എന്നത് സമർത്ഥിക്കാനായി ഒരു പഴഞ്ചൊല്ല് ഉപയോഗിക്കാറുണ്ട്. 12 കൊല്ലം കുഴലിലിട്ടാലും നായയുടെ വാല് വളഞ്ഞേയിരിക്കൂ എന്ന്. തെന്നാലിരാമൻ്റെ കഥയിൽ ഇത് തിരുത്തിയിട്ടുണ്ട്. തെന്നാലിരാമൻ്റെ കഥകൾ കുട്ടികൾക്കെന്ന പോലെ മുതിർന്നവർക്കും ചിന്തിക്കാനും ചിരിക്കാനുമുള്ളതാണ്. കേട്ടു നോക്കിയാലോ തെന്നാലിരാമൻ്റെ ഈ കഥയൊന്ന്. ഒരിക്കൽ വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ 10 നായക്കുട്ടികളെ ദർബാർ ഹാളിൽ പ്രദർശിപ്പിച്ചു. നായക്കുട്ടികളുടെ വാലിൻ്റെ വളവ് തീർക്കുന്നവർക്ക് 100 പൊൻപണം കൊടുക്കാമെന്ന് പറയുന്നു. ഇതിനായിട്ട് 3 മാസം അനുവദിക്കുന്നു. ആർക്കും സാധിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. എന്നാൽ പലരും നായക്കുട്ടികളെ വാങ്ങിക്കൊണ്ടുപോയി. കൊണ്ടുപോയവരൊക്കെ കിട്ടിയ ദിവസം തന്നെ പരീക്ഷണം തുടങ്ങി. ഒരാൾ നായക്കുട്ടിയുടെ വാലിൽ കല്ല് കെട്ടിയിട്ടു. രണ്ടാമൻ ഇരുമ്പ് തകിടുകൊണ്ട് കുഴലുണ്ടാക്കി നായയുടെ വാൽ അതിലിട്ടു. മൂന്നാമൻ വിദഗ്ധനായ ഒരു ഒഴിച്ചിൽക്കാരനെ കൊണ്ട് വാൽ ദിവസവും ഒഴിച്ചിൽ നടത്തി. നാലാമൻ മിടുക്കനായ വൈദ്യനെ കൊണ്ട് മരുന്നുണ്ടാക്കിപ്പിച്ച് നായയെ സേവിച്ചു. അഞ്ചാമൻ മന്ത്രവാദിയെ വരുത്തി നായയുടെ വാല് നിവരാൻ മന്ത്രങ്ങൾ നടത്തിച്ചു. ആറാമൻ നായ നല്ല തടി വെച്ചാൽ വാല് നിവരും എന്ന് കരുതി നായയ്ക്ക് വില പിടിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ നൽകി. ഈ വിധത്തിൽ പലരും പല പരീക്ഷണങ്ങളും നടത്തിയെങ്കിലും നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായി എന്നല്ലാതെ നായയുടെ വാല് നിവർത്താൻ കഴിഞ്ഞില്ല. ഇതെല്ലാം മനസ്സിലാക്കിയ തെന്നാലിരാമൻ തനിക്ക് കിട്ടിയ നായക്കുട്ടിയെ വെറുതെ കെട്ടിയിട്ടു. ജീവൻ നിലനിൽക്കാൻ മാത്രം അതിനു വല്ലതും കൊടുത്തു പോന്നു. ഓരോ ദിവസം കഴിയുന്തോറും തെന്നാലിരാമൻ്റെ നായക്കുട്ടി ക്ഷീണിച്ചു വന്നു. ഒടുവിൽ നായക്കുട്ടികളെ രാജസന്നിധിയിൽ ഹാജരാക്കാനുള്ള ദിവസം വന്നു. തെന്നാലിരാമൻ ഒഴികെ ബാക്കി എല്ലാവരും ഹാജരാക്കിയ നായക്കുട്ടികളുടെ വാല് വളഞ്ഞു തന്നെയാണ് ഇരുന്നത്. തെന്നാലിരാമൻ്റെ നായക്കുട്ടിയുടെ വാൽ വളഞ്ഞിരുന്നില്ല. കാരണം അതിന് വാൽ ഉയർത്തുന്നതിനോ വളച്ചു പിടിക്കുന്നതിനോ ശേഷിയില്ലായിരുന്നു. രാജാവ് നായക്കുട്ടികളെ 10നെയും പരിശോധിച്ചു. തെന്നാലിരാമൻ്റെ നായക്കുട്ടിയുടെ വാൽ മാത്രം നിവർന്നിരിക്കുന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ 100 പൊൻപണം തെന്നാലിരാമൻ നേടുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ എല്ലാവരും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും നമുക്കും ചിലത് ചിന്തിക്കാം. മനുഷ്യരുടെ ചില സ്വഭാവങ്ങൾ ബുദ്ധിയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന്. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്